ഹരി തന്റെ ഭാര്യയെക്കുറിച്ചുള്ള ഓർമ്മയിൽ ഹരിയെ ആശ്വസിപ്പിക്കുന്ന വേണുഗോപാൽ. അറിയാം, നിന്റെ സങ്കടമൊക്കെ എനിക്കറിയാം. നീ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ സങ്കടപ്പെട്ടാലും ശരി, നഷ്ടപ്പെട്ടത് നമുക്ക് തിരിച്ചു കിട്ടില്ല. ഭാമയും മകനും രാമേട്ടന് മുന്നിലെത്തുന്നു. ഭാമയുടെ തന്ത്രങ്ങൾ രാമേട്ടന് മുന്നിൽ പരാജയപ്പെടുന്നു. അച്ഛന്റെ പേരിലുള്ള സ്ഥലമില്ലേ? തൽക്കാലം അത് ഈടുവെച്ചാലും മതിയല്ലോ. നീ കറങ്ങി തിരിഞ്ഞ് എത്തിയത് ഇതിലേക്കായിരുന്നല്ലേ? അച്ഛനോടല്ലാതെ ഞാൻ വേറെ ആരോടെ ചോദിക്കുന്നത്? ലോൺ കൃത്യമായിട്ട് സുധിയേട്ടൻ തിരിച്ചടയ്ക്കും. ആ കാര്യത്തിന് ഞാൻ ഉറപ്പ് പറയാം. നിന്റെ ഉറപ്പില് എനിക്കത്ര വിശ്വാസമില്ല. ജയരാമനും പ്രമേളയും ഹരിയുടെ വീട്ടിലെത്തുന്നു. ഇനി തുടർന്നു കാണുക. കെട്ടിച്ചു വിട്ടതിന് ശേഷം നിനക്ക് തന്നോണ്ടിരിക്കുന്നൊക്കെയാ അത് ഏത് കണക്കിൽപ്പെടുത്തും നീ? അത് കടമയായിട്ട് എത്ര അച്ഛനമ്മമാര് കാണുന്നുണ്ട്? അച്ഛൻ തേനീന്ന് ഒരുത്തി ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചല്ലോ. അവക്ക് വേണ്ടി അച്ഛൻ എത്ര രൂപ ചെലവാക്കി? 50,000 അതോ 60,000? അവൾക്ക് വേണ്ടി ഇനിയൊന്നും മുടക്കണ്ടല്ലോ. പക്ഷെ മുടക്കിയ കാശിനി തിരിച്ചു കിട്ടുവോ? ഏത് ബന്ധത്തിന്റെ പേരിലാ അച്ഛൻ അവൾക്ക് വേണ്ടി പണം ചെലവാക്കിയത്? രണ്ടു മനുഷ്യര് തമ്മിലുള്ള ബന്ധമാടിയത്. നിനക്കത് പറഞ്ഞ മനസ്സിലാവില്ല. ഓ, മനുഷ്യത്വം. എന്തിന് ന്യായം പറയും? ഈ ഒരു വാക്ക് മതിയല്ലോ. അന്യ ഒരുത്തിയോട് കാണിക്കുന്ന മനുഷ്യത്വം സ്വന്തം മോളോടാവാം. സ്വന്തം മകള് കാണിക്കുന്നതിനേക്കാൾ നന്ദിയും സ്നേഹം അവൾക്കുണ്ട് ബാമേ. അച്ഛനമ്മമാർക്ക് അതെങ്കിലും തിരിച്ചു കൊടുക്കാൻ മക്കൾക്ക് കടമയുണ്ട്. പണം ചോദിക്കാൻ വേണ്ടി മാത്രം ഓടി വരുന്ന മക്കള് ഈ കടമയെ കുറിച്ച് പറയരുത്. നിമിഷം ഉണ്ടായിരുന്നപ്പോ നീയും ബാസിയോ ഒന്നിടപെട്ട് ഇങ്ങോട്ട് ഓടി വരുന്നത് എന്തിനാ? അവളെ ഇവിടെ നാട്ടി പറഞ്ഞയക്കാൻ വേണ്ടി നിങ്ങൾ ബഹളം ഉണ്ടാക്കിയത് എന്തിനാ? ഈ ഉള്ള സ്വത്ത് നിമിഷം തട്ടിയെടുക്കുന്ന പേടിച്ചിട്ടല്ലേ? ഓ, ഇതും കൂടി അവക്ക് കൊടുക്കാഞ്ഞിട്ടാണോ അച്ഛന് സങ്കടം? എനിക്ക് എന്റെ മക്കളെ കുറിച്ച് ഓർത്ത് മാത്രമേ സങ്കടമുള്ളൂ. പാമ്പുകൾക്കാണല്ലോ ഞാൻ പാല് കൊടുത്തതെന്ന് ഓർത്ത്. അച്ഛൻ ഇനി ഈ പാമ്പിന് പാല് തരണ്ട. കുടിക്കാനൊട്ട് ഞാൻ വരുന്നുമില്ല. എടാ 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 ഇങ്ങോട്ട് വാടാ. ഞാൻ ഈ ഷർട്ട് ഒന്ന് എടുത്താമേ. വേണ്ടടാ. എന്തോ ഷൂ എടുത്തിട്. നീ ഉടുതുണി ഇല്ലാതെ നടന്നാലും നിന്റെ മുത്തച്ഛന് ഒരു സങ്കടവും ഇല്ല. അത് തോന്നണമെങ്കിലേ മക്കളോടും കൊച്ചുമക്കളോടൊക്കെ ഇത്തിരിയെങ്കിലും സ്നേഹം വേണം. ഇത്തിരി അല്ലടി, എന്റെ മക്കളോടൊക്കെ ഞാൻ ഇഷ്ടം പോലെ സ്നേഹിച്ചിട്ടുണ്ട്. അതൊക്കെ എന്റെ മക്കൾ എനിക്ക് 100 ഇരട്ടിയായിട്ട് തിരിച്ചു തരുന്നുണ്ട്. മതി, ഇറങ്ങടാ അങ്ങോട്ട്. എന്നോടുള്ള ദേഷ്യം എന്തിനാ ബാമേ നീ ആ കുട്ടിയോട് തീർക്കുന്നേ? എന്നെ അടിക്കാൻ പറ്റാത്തോണ്ടാണ് നിനക്ക് എന്നെ കാണിച്ചില്ല എന്റെ മോൻ അടിക്കുന്നത്? എന്റെ മോനല്ലേ ഞാൻ അടിക്കുക തൊഴിക്കുക ഒക്കെ ചെയ്തെന്നിരിക്കും. മക്കളെ എങ്ങനെ വളർത്തണമെന്ന് എനിക്കറിയാം. എനിക്കത് അറിയാൻ പറ്റാണ്ട് പോയി ബാമേ. തല്ലേണ്ട സമയത്ത് തല്ലി വളർത്താൻ പറ്റിയില്ല. അത് എന്റെ കയ്യിൽ പറ്റിയൊരു തെറ്റ് തന്നെയാ. അതിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ വാരിക്കോരി തന്നല്ലോ. ഒന്നും വാരിക്കോരി തരാൻ എനിക്കില്ലായിരുന്നു. പക്ഷേ അത്യാവശ്യമുള്ളതൊക്കെ തന്നു തന്നെ ഞാൻ നിങ്ങളെയൊക്കെ വളർത്തിയത്. ഓ, കിട്ടിയോടത്തോളം കൊണ്ട് തൃപ്തിയായി. ഇനി ഒരു സഹായം ചോദിച്ച് ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. എല്ലായിടത്തും അച്ഛന്മാർക്ക് പെമ്മക്കളോടെ സ്നേഹം കൂടുതൽ. ഇവിടെ മാത്രം തലതിരിച്ച. ബോസ് എണ്ണിന് കുടഞ്ഞിട്ട് കൊടുക്ക ഒരു മടിയില്ല. അവന് കൊടുത്തിട്ടില്ലേക്കാ കൂടുതൽ ഞാൻ നിനക്കാ തന്നിട്ടുള്ളത് ബാമേ. പിന്നെ മക്കൾക്ക് അളന്നും തൂക്കിയും കൊടുത്തിട്ടൊന്നും എനിക്ക് ശീലമില്ല. അതുകൊണ്ട് ഞാൻ കണക്കൊന്നും എഴുതി വെച്ചിട്ടുമില്ല. പക്ഷെ ഞാൻ എന്റെ കൈ കൊണ്ട് തന്നല്ലേ, അത് അളവൊന്നും തെറ്റിയിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബാസി എണ്ണിന് മാത്രം 2 കൈ നിറച്ചു കൊടുത്തു. അതേ ഉള്ളു വ്യത്യാസം. നടക്കണം. നീ എവിടേക്കാ കുട്ടിയെ വലിച്ചു കൊണ്ടുപോകുന്നത്? എന്താ അച്ഛനോട് വഴക്കിട്ട് പോവാണോ? ഞങ്ങൾ ഇണങ്ങ പിണങ്ങ ഒക്കെ ചെയ്യുന്നതിന് നിങ്ങൾക്കെന്താ? എനിക്കൊന്നുമില്ലേ, ഞാൻ വെറുതെ അങ്ങ് ചോദിച്ചെന്നേ ഉള്ളൂ. അയൽപ്പക്കത്ത് എന്ത് നടന്നാൽ ഉടനെ ഓടിയെത്തും. ഒരു ലോഹ്യവും ചോദ്യവും വിശേഷം തിരക്കലും. എന്നിട്ടത് നാട് മുഴുവൻ പാടിക്കൊണ്ട് നടക്കുകയും ചെയ്യും. നാണിക്കേണ്ട കാര്യമില്ലെങ്കിൽ നാട്ടുകാരറിയുന്നതിൽ എന്താ ബാമേ കുഴപ്പം? അച്ഛനുമായിട്ട് വഴക്കിടുന്ന നല്ല കാര്യമാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഒരു വീടാവുമ്പോ ഇണക്കും പിണക്കൊക്കെ ഉണ്ടായെന്ന് വരും. പക്ഷേ ബാമയും ബാസിയും വരുമ്പോ പിണക്കം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്തിനാ ഏത് സമയത്ത് അയൽപ്പക്കത്തേക്ക് ഒളിഞ്ഞു നോക്കുന്നേ? നിങ്ങക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഓ, ഞാൻ എന്റെ ജോലി നോക്കി അങ്ങ് പൊക്കോളാവേ.
അത് കലക്കി. നീയും അവളും കൂടി നാവിട്ടടിച്ചു കഴിഞ്ഞാൽ ആര് ജയിക്കുന്നുള്ളത് ഒരാൾക്കും പിടികിട്ടില്ല. ഒന്നിനൊന്ന് മെച്ച. ഇങ്ങോട്ട് പോടാ. അമ്മ വിട്. എടി അശ്വതി, നീ ആ തീ ഇത്തിരി കുറച്ചേ. ചെറു തീ മതി. ഇതൊന്ന് നോക്കിയേ, ഉപ്പ് ഇത്തിരി കൂടിപ്പോയോ? ഏയ്, ലളിതാമ ഉപ്പ് ഒരുവൊക്കെ ചേർത്താൽ അത് കൃത്യമായിരിക്കും. ഞാൻ ചേർത്താലും അങ്ങനെ തന്നെയാ. എങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ അടുക്കളപ്പണിക്ക് നിൽക്കുന്ന? വല്ല സ്റ്റാർ ഹോട്ടലിൽ ഷെഫായിട്ട് പോയിക്കൂടായിരുന്നോ? ഹോട്ടലിൽ പോയി ചോറും കറിയൊന്നും വെക്കാൻ ഈ കുഞ്ഞുഞ്ഞമ്മയെ കിട്ടില്ല. അതിന് വേറെ ആളെ നോക്കണം. ഇവിടെ തന്നെ കടിച്ചു തൂങ്ങി നിന്നാലല്ലേ ഞങ്ങള് സൗകര്യം കെടുത്താൻ പറ്റൂ. ഇതെല്ലാം നീ ഈ കവറിനകത്തോട്ടാക്കിക്കേ. വിമാനത്തിന്റെ സമയം എപ്പോഴാ ലളിതാമേ? രാത്രിയിലാ, പക്ഷെ നേരത്തെ അവിടെ എത്തണ്ടേ. ഉച്ച കഴിയുമ്പോഴേക്കും വീണ് വരും. ഒന്നിച്ചിവിടുന്ന് പോകാനാ പ്ലാൻ. പ്രഭയും പിള്ളേരും ഹരിപ്പാടുണ്ട്. പക്ഷെ വേണുവിന് അവരുടെ കൂടെ നിൽക്കാൻ പറ്റിയത് ആകെ 3 ദിവസമാ. നാട്ടിൽ വന്നാലും അവന് 100 കൂട്ടം കാര്യങ്ങളല്ലേ. പറയുന്നത് കേട്ടാ തോന്നും അതെന്ത് മഹാകാര്യാണെന്ന്. വർഷത്തിലൊരിക്കലും 1-2 ആഴ്ച അവധി കിട്ടുന്നത്. അത് ഭാര്യയുടെയും മക്കളുടെയും കൂടിയാണോ അതോ നാട്ടുകാരുടെ കൂടിയാണോ ചെലവാക്കേണ്ടത്? അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റുമോ അശ്വതി? സ്വന്തം ഭാര്യയോടും മക്കളോടും ഇല്ലാത്ത ഉത്തരവാദിത്വമൊന്നും ആർക്കും നാട്ടുകാരോട് തോന്നേണ്ട കാര്യമില്ല. എന്തായാലും വേണു സാറ് വന്നേ പിന്നെയാ ഹരിക്കുഞ്ഞിനൊരു മാറ്റം ഉണ്ടായത്. അതുവരെ ജോലിക്കൊന്നും പോകുന്നില്ല എന്നും പറഞ്ഞ് വിഷമിച്ചെങ്കിരിക്കുമല്ലായിരുന്നോ? ശ്രീകുട്ടൻ ജോലിക്ക് പോകാമെന്ന് സമ്മതിച്ചപ്പോ എനിക്ക് പകുതി സമാധാനമായി. ഇവിടെ നിന്നാ ഒരിക്കലും അവന്റെ കണ്ണീര് തോരില്ല. ഹരിസാറ് പോയിക്കഴിഞ്ഞാൽ കുഞ്ഞിനെ ദീപുമോളുടെ വീട്ടുകാര് കൊണ്ടുപോകാൻ ലളിതാമേ. ജയരാമനും പ്രമേലെ അങ്ങനെ ഒന്ന് സൂചിപ്പിച്ചു. ഞാൻ തീരുമാനമൊന്നും പറഞ്ഞില്ല. കൊടുത്തു വിടരുത് ലളിതാമേ. ഒരു ആങ്കൊച്ചല്ലേ, അത് മാത്രാണോ? നമ്മുടെ ഹരിസാറിന്റെ കുഞ്ഞല്ലേ, അവൻ വളരേണ്ടത് ഈ വീട്ടിലല്ലേ. ജോലിക്കാര് വീട്ടുകാര്യങ്ങൾ അഭിപ്രായം പറയണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടോ? ഇവളെ അഭിപ്രായമല്ലേ അശ്വതി പറഞ്ഞോളൂ, തീരുമാനമല്ലല്ലോ. ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞെന്നുള്ളൂ ലളിതാമേ. അവര് കൊണ്ടുപോയ പ്രമീള കുഞ്ഞിനെ പൊന്നുപോലെ നോക്കിക്കോളും. സഹായിക്കാൻ കാർത്തിക ഉണ്ടല്ലോ. വേറെ ആര് നോക്കിയാലും ഈ നിമിഷം നോക്കുന്ന പോലെ നോക്കുവോ? ഓ, സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ കൂടിയോ? ഓരോരുത്തരെയായിട്ട് വശത്താക്കി തുടങ്ങിക്കോ. അവള് പറയുന്നൊന്നും നീ കാര്യമാക്കണ്ട. അതല്ല ലളിതാമ്മേ, മോന്റെ കാര്യം ഒന്നും തീരുമാനിച്ചില്ല നിമിഷേ. കുഞ്ഞുഞ്ഞമ്മേ, ആ ഭരണി ഇങ്ങോട്ട് എടുത്തേ. നീ ഇത്ര നേരത്തെ വരുമെന്ന് കരുതിയില്ല. രാത്രിയിലല്ലേ ഫ്ലൈറ്റ്? നേരത്തെ അവിടെ എത്തണ്ടേ ചേച്ചി? ഹരി റെഡിയായോ? അവനെന്താ അധികം റെഡിയാകാൻ? കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. തോന്നുന്നേ ഉള്ളൂ. ചേച്ചി അതൊക്കെ അന്വേഷിച്ച് ഉറപ്പുവരുത്തണ്ടേ? അതൊക്കെ ചെയ്യേണ്ട ആളിപ്പോ ഇല്ലെന്ന് ചേച്ചിക്ക് അറിയാലോ. അത് ഓർക്കുമ്പോഴാ വേണു എന്റെ ചങ്ക് തകരുന്നത്. കഴിഞ്ഞ തവണ പോയപ്പോ ശ്രീകുട്ടന് വേണ്ടതൊക്കെ ഒരുക്കി വെക്കാനും അവനെ യാത്ര അയക്കാനും ദീപു ഉണ്ടായിരുന്നു. ദീപുവിന് വിശേഷമുണ്ടെന്ന് അറിഞ്ഞ ഉടനെ അവൻ പോയത്. ആ സമയത്ത് അവളെ പിരിഞ്ഞിരിക്കാൻ ശ്രീകുട്ടന് വിഷമമായിരുന്നു. പക്ഷെ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? പ്രസവത്തിന് 2 ആഴ്ച മുമ്പെങ്കിലും എത്തുമെന്ന് പറഞ്ഞിട്ടാ അവൻ പോയത്.
പക്ഷെ വരാനും വൈകി. രണ്ടുപേർക്കും മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. ഇടയ്ക്ക് വിളിക്കുമ്പോഴൊക്കെ അവൻ പറയായിരുന്നു ശരീരം ഗൾഫിലാണെങ്കിലും മനസ്സ് നാട്ടിലാണെങ്കിലും. പ്രത്യേകിച്ചും ദീപുവിന്റെ കാര്യത്തിൽ എന്തോ കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതിന് ശേഷം അവന് വലിയ ടെൻഷനായിരുന്നു. ആനുവൽ ഓഡിറ്റിങ്ങിന്റെ സമയമായതുകൊണ്ട് ലീവ് കിട്ടാനും ബുദ്ധിമുട്ടി. നാട്ടിൽ അമ്മയുണ്ടെന്നുള്ളതാ ഒരേ ഒരു സമാധാനമെന്ന് എന്നോട് പറയുമായിരുന്നു. ദീപുവിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേന്ന് ഫോൺ വിളിക്കുമ്പോഴല്ലേ എന്നോട് പറയും. ഞാൻ നിന്നെ പ്രസവിച്ചപ്പോൾ ഉണ്ടായതിൽ കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ദീപുവിനുണ്ടാവില്ലെന്ന് ഞാൻ തമാശയായിട്ട് പറയും. വിശ്വസിച്ച് അവരെന്നെ ഏൽപ്പിച്ചിട്ട് പോയ ദീപുവിനെ രക്ഷിക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഏറ്റവും വിഷമം. ഇനി അതേപ്പറ്റി ഓർത്ത് സങ്കടപ്പെട്ടിട്ട് എന്താ ചേച്ചി കാര്യം? വരാനുള്ളത് വന്നു. ചിലതൊന്നും നമുക്ക് തടയാനോ നിയന്ത്രിക്കാനോ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. ഈ വിധി എന്ന് പറയുന്നതൊന്നും എനിക്കും വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷെ ചിലതൊക്കെ കാണുമ്പോ നമുക്കും മറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. അയ്യോ, ഇരിക്കാനൊന്നും സമയമില്ല ചേച്ചി. എറണാകുളത്ത് നിന്ന് എനിക്ക് ഫ്ലാറ്റിലൊന്ന് കയറണം. എന്റെ ലാപ്ടോപ്പും ബാഗും ഒക്കെ എടുക്കണം. അതൊക്കെ അവിടെയാ. പിന്നെ നെടുമ്പാശ്ശേരി ചെല്ലുമ്പോഴേക്കും ചെക്കിങ്ങിനുള്ള സമയമാവും. ഹരി എവിടെ? അവൻ പുറത്തേക്ക് ഇറങ്ങുന്ന കണ്ടു. പുറത്തേക്കോ? എവിടെ? ദേവുവിന്റെ. ആ, ഞാൻ വിളിക്കാം. വേണ്ട ചേച്ചി, ഞാൻ പോയി നോക്കിക്കോളാം. ആ. ഒന്നും വാടിപ്പോകരുത്. മുടങ്ങാതെ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം. ചെയ്യാം. ഒരിടത്തും ഒരു കരിയില പോലും കാണരുത്. എല്ലാ ദിവസവും വൃത്തിയാക്കണം. ആ, വൃത്തിയും വെടിപ്പൊക്കെ ദീപന് വലിയ നിർബന്ധ. ജോലി ഒരിക്കലും മുടങ്ങരുത്. കൂലി എന്താ വെച്ചാ അമ്മയുടെ നിന്ന് വാങ്ങിച്ചോ. ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? നീയൊന്നും തുറന്നു പറയില്ലല്ലോ. ഹരിയേട്ടന്റെ സെലക്ഷൻ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കുമെന്നായിരിക്കും മറു ചോദ്യം. നമ്മുടെ ബന്ധത്തിന് ഒരിക്കലും ഒരു പുഴുക്കുത്ത് വീണിട്ടില്ല. ഇനി അതുണ്ടാവുകയില്ല. നീ എന്റെ അടുത്തുണ്ടെന്ന് എനിക്കറിയാം. എനിക്കത് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. പോട്ടെ ദീപു, എന്നൂരും ചോദിക്കാൻ നീയില്ല. എങ്കിലും നിന്നെ കാണാൻ ഞാൻ വരും. നീ ഇവിടെ കാത്തിരിക്കാന്ന് എനിക്കറിയാം. ഞാൻ ദീപുവിനോട് യാത്ര പറഞ്ഞിട്ട് പോവാന്ന് കരുതി. സമയം വൈകി അങ്കളെ. ഇവിടെ നിന്നപ്പോ സമയം പോയത് അറിഞ്ഞില്ല. ഏയ്, ടേക്ക് യുവർ ഓൺ ടൈം. ധൃതിയില്ല. നിന്റെ വിശ്വാസം ശരിയായിരുന്നു ഹരിക്കുട്ട. ദീപു ഉണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെന്നേ ഉള്ളൂ. കാണാൻ സാധിക്കാത്ത എന്തെല്ലാം ഈ ലോകത്തുണ്ട്.
നമ്മൾ കാണുന്നില്ലെന്ന് കരുതി അവ ഇല്ലാതില്ലല്ലോ. ഒരിക്കൽ തീയും ചൂടും കനലും ചാരവും മാത്രമായിരുന്നു ഇവിടെയെല്ലാം. ഇപ്പോൾ ഈ സ്ഥലം എങ്ങനെ മാറിയിരിക്കുന്നു കണ്ടില്ലേ? ഈ വെച്ചിരിക്കുന്നതെല്ലാം ജീവന്റെ അടയാളങ്ങളാ. നീ തന്നെയാണ് ഇവിടെ ഇങ്ങനെ മാറ്റിയെടുത്തിരിക്കുന്നത്. നിന്റെ ജീവിതവും നിനക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയണം. നമ്മൾ പോകുന്നതും അത്തരമൊരു സ്ഥലത്തേക്കല്ലേ? ഒരിക്കൽ വെറും മരുഭൂമി മാത്രമായിരുന്ന ഒരു സ്ഥലമായിരുന്നു ദുബായ്. മനുഷ്യന്റെ ഇച്ഛാശക്തിയും പ്രയത്നവും ഒന്നുകൊണ്ട് മാത്രമാണ് ആ മരുഭൂമി ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു നഗരമായി മാറിയത്. ആറ്റിറ്റ്യൂഡ് മാറിയാൽ നിനക്കും ജീവിതത്തിൽ പൂക്കളും പച്ചപ്പുകളും ഒക്കെ കൊണ്ടുവരാൻ പറ്റും. നീ വന്നേ, വാ. എന്താ പ്രമിള ഇതൊക്കെ? ഹരി പോവല്ലേ ചേച്ചി, എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടണ്ടേ? കുറച്ച് അച്ചാറ്, ചിപ്സ്, ഉണ്ണിയപ്പം, ഹരിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തന്നെയാ. ഇവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കണോ? അകത്തേക്ക് കയറിയിരിക്കാം ആന്റി. വാങ്ങളെ വാ. ഇരിക്ക്. ഇത് ഒരുപാടുണ്ടല്ലോ പ്രമീളെ. ഹരിയുടെ ഇഷ്ടം നോക്കേണ്ട ആള് പോയില്ലേ, ഇനി നമ്മള് വേണ്ടേ അതൊക്കെ നോക്കാൻ? ഹരി പോകുമ്പോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു വിടുന്നത് ഇവളുടെ ഒരു പതിവായിരുന്നു. ദീപു ഇല്ലാന്ന് കരുതി ആ പതിവ് തെറ്റിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്തൊക്കെയാ ഉണ്ടാക്കുന്നെന്ന് തീരുമാനിക്കുന്നത് ദീപുവായിരുന്നു. ശ്രീയേട്ടന് അതാ ഇഷ്ടം, ഇതാ ഇഷ്ടം, ഇതിന് നല്ല രുചിയാന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കിക്കുമായിരുന്നു. എന്നെ സോപ്പിടാൻ വേണ്ടി ഇടയ്ക്ക് ഓരോ നമ്പറുകളുണ്ട്. അമ്മയുടെ കൈപുണ്യത്തെ പറ്റി ഇപ്പൊ ദുബായിൽ എല്ലാവരും സംസാരിച്ചു തുടങ്ങിയെന്ന് ശ്രീയേട്ടൻ പറഞ്ഞു എന്നൊക്കെ. ഇവിടുന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങളിൽ 3/4 ഭാഗവും കഴിച്ചു തീർക്കുന്നത് ഹരിയേട്ടന്റെ ഫ്രണ്ട്സും അടുത്തുള്ള ഫ്ലാറ്റുകാരും ഒക്കെയാ. അത് ദീപോച്ചിക്ക് അറിയായിരുന്നു. എല്ലാവർക്കും അവള് സ്നേഹം വാരിക്കൊരു കൊടുത്തു. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. മറ്റുള്ളവരെ സൽക്കരിക്കാനും ഇല്ലാത്തവരെ സഹായിക്കാനും ഒക്കെ എന്ത് ഉത്സാഹമായിരുന്നെന്ന്. നല്ലവർക്ക് ദൈവാധിക ആയുസ് കൊടുക്കില്ല എന്ന് പറയുന്നത് വാസ്തവല്ലേ ചേച്ചി? ഇവിടെയും കുറെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം കൂടി കൊണ്ടുപോകാൻ പറ്റുമോ? ദീപു ഉണ്ടായിരുന്നെങ്കിൽ എന്തു വേണം, എത്ര വേണം എന്നൊക്കെ അവൾ കൃത്യമായിട്ട് പറയുമായിരുന്നു. ഇപ്പത് പറയാൻ അവളില്ലല്ലോ. അതുകൊണ്ട് എല്ലാം കുറച്ച് കൂടുതലുണ്ടാക്കി. സത്യം പറയാലോ, പണം ചെലവാക്കാൻ എനിക്ക് മടി തോന്നാത്ത ചുരുക്കം സന്ദർഭങ്ങളെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. മോൻ എന്തെടുക്കോ ചേച്ചി? വഴക്കുണ്ടോ എപ്പോഴും? സദാസമയം ആയുടെ കയ്യിലാ. എന്നാലും ഇടയ്ക്കെല്ലാം കരച്ചില് കേൾക്കാം. കുഞ്ഞുങ്ങൾ വല്ലപ്പോഴെങ്കിലും കരയണ്ടേ അശ്വതി? ഇനി നമ്മുടെ കുടുംബങ്ങളെ ബന്ധിപ്പിച്ച് നിർത്താൻ ആ കുഞ്ഞല്ലേ ഉള്ളൂ. അവനുള്ളിടത്തോളം കാലം നമ്മുടെ ബന്ധം അറ്റുപോകുകയില്ല. ഞങ്ങളുടെ ദീപുവിന്റെ മോനല്ലേ. ആ കുഞ്ഞിന്റെ അച്ഛനെന്ന ബന്ധം ഹരിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ആ ബന്ധം നിലനിൽക്കുവോളം ഹരിയുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധവും നിലനിൽക്കുമല്ലോ. അല്ലെങ്കിലും അങ്ങനെ പറിച്ചറിയാവുന്ന ബന്ധമാണോ നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ളത്? അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു രൂപമില്ല അങ്കിളെ. കമ്പനിയുടെയും ജോലിയുടെയും കാര്യങ്ങളൊന്നും എൻ്റെ മനസ്സിലില്ല. കണക്കും കാര്യങ്ങളെല്ലാം ആരും മാച്ചു കളഞ്ഞ പോലെ.
അതിന് നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം ജനറൽ മാനേജറെ കണ്ട് നീ ജോലിക്ക് വന്ന വിവരം അറിയിക്കുക. ഓഫീസിലേക്ക് കയറി ചെല്ലുക, സീറ്റിലിരിക്കുക, കമ്പ്യൂട്ടർ ഓൺ ചെയ്യുക. ബാക്കിയൊക്കെ തനിയേ വന്നോളും. മാഞ്ഞു പോയെന്ന് തോന്നിയതൊക്കെ മനസ്സിൽ തനിയേ തെളിഞ്ഞു വരും. പിന്നെ ജോലിയെ ശ്രദ്ധിക്കുക, വേറൊന്നും ചെയ്യണ്ട. അങ്കിൾ പറയുന്ന കേട്ട എല്ലാം വളരെ നിസ്സാരാന്ന് തോന്നും. പക്ഷേ ഒരു പക്ഷേ ഇല്ല. ദീപുവിനെ പറ്റി ഓർക്കരുതെന്ന് ഞാൻ പറഞ്ഞോ? നിന്റെ കുഞ്ഞിനെ പറ്റിയും വീടിനെ പറ്റിയും നാടിനെ പറ്റിയും ഓർക്കരുതെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല. കാരണം ബോധപൂർവം ഒന്നും മറക്കാൻ നമുക്ക് പറ്റില്ല. ചിലതൊക്കെ മറക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ഞാൻ എത്ര വട്ടം ആശിച്ചിട്ടുണ്ടെന്നറിയോ? ദീപുവിനെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലെന്ന് എന്നോട് പറഞ്ഞ ഡോക്ടറിന്റെ മുഖം, ദീപുവിന്റെ ജീവനില്ലാത്ത മുഖം ആദ്യമായിട്ട് കണ്ട നിമിഷം, കത്തുന്ന ചിത, ഇങ്ങനെ പലതും മറന്നുപോയെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ പറ്റണ്ടേ?